ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ എൻ്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു. എൻ്റെ ഉമ്മച്ചി ഒരുത്തപ്പെട്ട് തന്നു. എൻ്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മച്ചി ഷാജിദ ഷാജി ഈ ഒരു ബ്ലോഗറെ അറിയാത്ത ഒരു മലയാളിയും ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. ശരിയല്ലേ? എങ്ങനെയൊക്കെ നെഗറ്റീവ്, അതായത് എങ്ങനെയൊക്കെ നെഗറ്റീവ് ഉണ്ടാക്കി അതിലൂടെ പബ്ലിസിറ്റി ആയതാണോ അതുപോലെയാണ് ഇപ്പം ഈ ഒരു ഷാജിദ ഷാജിയുടെ റീച്ചിൽ നിൽക്കുന്നത്. നെഗറ്റീവിലൂടെ മാത്രം പബ്ലിസിറ്റി ആയതാണ്. ആദ്യമൊക്കെ പോസിറ്റീവ് ആയിരുന്നെങ്കിലും ഭർത്താവ് മരിച്ചതോട് കൂടിയിട്ട് ഫുള്ളായിട്ട് നെഗറ്റീവായിട്ട് ആളുകളുടെ മുമ്പിൽ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ഷാജിദ ഷാജി. ഈ ഒരു നമ്മുടെ അമ്മ എന്നൊക്കെ പറയണത് അതൊരു വികാരാണ് അല്ലെ? പെറ്റമ്മയ്ക്ക് തുല്യം ഒരു വ്യക്തിക്കും ആ ഒരു സ്ഥാനം ഫില്ല് ചെയ്യാനായിട്ട് ഒരിക്കലും കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പെറ്റമ്മയ്ക്ക് തുല്യം പെറ്റമ്മ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തന്റെ പെറ്റമ്മയെ ഏറ്റവും വൃത്തികെട്ട രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൊരു തർക്കവുമില്ല. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഏറ്റവും കൂടുതൽ തെറിയൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി സ്വന്തം അമ്മയെ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. ഈവൻ സ്വന്തം അമ്മ അടിവസ്ത്രം മാറുന്ന വീഡിയോ വരെ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള അത്രയും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു ഷാജിദ ഷാജി എന്ന് പറയുന്ന വ്യക്തി. ഇത്രയും തരം താന്ന പ്രവർത്തികളൊന്നും ഒരു ഫാമിലി വ്ളോഗറും കാണിച്ചിട്ടുണ്ടാവില്ല. ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ മെയിൻ പരിപാടികള് അവർക്ക് റീച്ച് കുറഞ്ഞാല് അടിയും വഴക്കും ബഹളവും കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് വന്ന് കാണിക്കുക. അപ്പം ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസം എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അത് കാണാനും അത് കണ്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകള് ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഫാമിലി വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോസിന് ഇത്ര അധികം വ്യൂസ് വരുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ? ആ ഒരു ആകാംക്ഷയാണ് പല ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോസും ഇത്ര അധികം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത എന്നല്ല, അത് അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഷാജിദ ഷാജിയുടെ വീഡിയോവും എന്താ പറയാ അത്ര അധികം റീച്ചിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ഇവര് ലൈവ് ഒക്കെ ചെയ്യുമ്പോൾ 100-ൽ കൂടുതൽ ആളുകളാണ് ഇവരെ കാണാനായിട്ട് നിൽക്കുന്നതൊക്കെ. പിന്നെ ഈ ഒരു ഷാജിദ ഷാജി ഉമ്മയെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഞാൻ എൻ്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു. എൻ്റെ ഉമ്മച്ചി ഒരുത്തപ്പെട്ട് തന്നു. എൻ്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മച്ചി ചിരിക്കുന്നുണ്ടോ? എൻ്റെ ഉമ്മച്ചി ചിരിച്ചു. ഞാൻ എൻ്റെ ഉമ്മച്ചിൻ്റെ അടുത്ത് എൻ്റെ ഉമ്മച്ചിയാണിത്, എൻ്റെ ഉമ്മച്ചിയാണ്. എൻ്റെ ഉമ്മച്ചി എന്നോട് ചിരിച്ചതാ. എല്ലാതായി ഒരുത്തപ്പെട്ട് ഓടാണ് കേട്ടോ, നിൽക്കാൻ മടിയായിട്ട് ഓടാണ്. കഷ്ടം, എന്തൊരു പ്രഹസനാണ് ഈ കാണിക്കുന്നത്. പെറ്റമ്മയോട് കാണിക്കുന്ന കാര്യങ്ങളാണിത്. ഒരു പ്രഹസനം, അത് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ആ അമ്മ ഒന്ന് മുഖം കാണിച്ച് മുഖം തിരിച്ചൊന്ന് ഇവളോട് മിണ്ടാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല. വല്ല വടി അവരുടെ കയ്യിൽ, ആ ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മകളെ തല്ലി ഓടിച്ചതന്നെ അവര്. അങ്ങനത്തെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങിനോട് കൂടിയിട്ടാണ് ആ ഒരു അമ്മ അവിടെ നിൽക്കുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ അവരുടെ ചാനലിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ വന്ന കമന്റുകളെല്ലാം ഒന്ന് കാണണം. നീ അവരെ അത്രയധികം നാണം കെടുത്തിയതല്ലേ, നിനക്ക് ഒരു ഉളുപ്പുമില്ലേ ഇങ്ങനെ വീഡിയോസ് ഒക്കെ പിന്നെയും പോയിട്ട് ഇടാനായിട്ട്? നിന്റെ ചാനലിലെ റീച്ച് കുറഞ്ഞല്ലേ, അത് അപ്പം റീച്ച് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെയും ഓരോന്ന് തോണ്ടിക്കൊണ്ട് വരികയാണല്ലേ. അങ്ങനെയുള്ള പല നെഗറ്റീവായിട്ടുള്ള കമന്റ്സുമാണ് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത്. ഇതൊന്നും ഇവരുടെ ഫാൻസ് ആയ ആൾക്കാരല്ല. ഇവർ കാണിക്കുന്ന കൊള്ളാത്ത കാര്യങ്ങളെല്ലാം കൂടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഇവരുടെ വീഡിയോ കാണുന്നതും അതിനു വേണ്ടിയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതും. പക്ഷെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമന്റ് വന്നാലും റിവ്യൂ കൂടിയാലും ആ ഒരു വ്ളോഗർക്ക് എന്താണ്, റീച്ചാണ്. അതുകൊണ്ട് ഷാജിദ ഷാജി എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അതൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് വേണ്ടത് എന്താണ്? വ്യൂസ്, കമന്റ്, ലൈക്ക്, ഇതിലൂടെ പണം. അതവരുടെ കയ്യിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. കാരണം എന്ത് വൃത്തികെട്ട കണ്ടന്റ് ആണെങ്കിലും, എന്ത് നീതി കിട്ടാത്ത കണ്ടന്റ് ആണെങ്കിലും ആൾക്കാർ കാണാനുണ്ട്, കമന്റ് ഇടാനുണ്ട്. തെറി വിളിക്കാനാണെങ്കിലും കമന്റ് ഇടാനുണ്ട്, നല്ലത് പറയാനാണെങ്കിലും കമന്റ് ഇടാൻ ആൾക്കാരുണ്ട്. അപ്പൊ എന്താണ്, അവരുടെ മാവ് പൂത്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇപ്പൊ നടക്കുന്നത്.
അപ്പൊ എന്തായാലും ഇത്രയും വലിയൊരു പ്രഹസനം ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം പെറ്റമ്മയല്ലേ. പെറ്റമ്മയോട് ഇത്രയധികം ക്രൂരത സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചിട്ടുള്ള ഈ ഒരു വ്യക്തി ഇപ്പൊ പോയിട്ട് പ്രകടനം എന്നല്ല, സ്നേഹപ്രഹസനം കാണിക്കുന്നത് റീച്ച് കുറഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കും. അതിലൂടെ ഒരു സംസാര വിഷയമായിട്ട് ഇവരുടെ ചാനലിൽ 4 പേര് അല്ലെങ്കിൽ ഒരു 10 ആൾക്കാർ കാണണം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. പലരും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ചാനലിന് വീണ്ടും റീച്ച് കൂടും. ഇവരെ കുറിച്ച് അറിയാത്ത വ്യക്തികള് വീണ്ടും ഇവരുടെ ചാനലിൽ കയറി നോക്കും, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വീഡിയോസ് ഒക്കെ ഒന്ന് കാണും. അപ്പൊ എന്താവും, അവർക്ക് വീണ്ടും റീച്ച് ആകും. ഇതാണ് അവരുടെ ഉദ്ദേശം. അതിന് പെറ്റമ്മയെന്നല്ല, ആരെ വേണമെങ്കിലും കരിയാക്കാൻ ഇവർക്ക് യാതൊരു മടിയില്ല. ഇതാണ് ഫാമിലി വ്ളോഗർ. എങ്ങനെയുണ്ട്? അപ്പൊ എന്തായാലും എന്റെ ചാനലിലെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.